സംസ്ഥാന ബജറ്റിന്റെ പടിവാതിക്കലാണ് നാം ഉള്ളത്. ഏതായാലും ഇത്തവണത്തെ ബജറ്റ് വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ സംസ്ഥാന ബജറ്റ് വരുന്നതിന് തൊട്ടു മുൻപ് കേന്ദ്ര ബജറ്റ് വന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല. അവഗണന കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് പൂർണ്ണ അവഗണനയാണ്. അപ്പോൾ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു ആമുഖം എന്ന രീതിയിൽ എന്താണ് പറയാൻ പറ്റുക? കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ വാസ്തവത്തിൽ സംസ്ഥാനങ്ങളെ തുല്യമായി കാണുന്നില്ല എന്നുള്ളതാണ്. കേരളത്തോട് മാത്രമല്ല, പക്ഷേ കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്നത്. അതിന് അടിസ്ഥാന കാരണം കേരളം പിന്നോക്ക അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത്. ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അർഹമായി കിട്ടാനുള്ള ബഡ്ജറ്റ് വിഹിതങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വരുമാനത്തിൻ്റെ വിഹിതം, വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ പിരിച്ചുകൊണ്ട് പോകുന്ന വിഹിതത്തിൽ ഇന്ത്യയിലാകെ കൊടുക്കുന്ന ആ വിഹിതത്തിന് ആനുപാതികമായി നമുക്കില്ല. കണക്കുകൾ വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ വർഷം സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ 5 ലക്ഷം കോടി രൂപയുടെ വർധനയാണ് വരുന്നത്. അത് വരുമ്പോൾ സാധാരണഗതി നമുക്ക് ഒരു 14,000-15,000 കോടി അർഹതയുണ്ട്. അതിൻ്റെ ഒരു 3% എടുക്കുകയാണെങ്കിൽ 15,000 കോടി ആ പലതരത്തിൽ കിട്ടണം. നമുക്കൊരു കണക്ക് നോക്കുമ്പോൾ 4,000 കോടിക്കപ്പുറം നമുക്കില്ല. ഇത് വലിയ തോതിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്നുവെങ്കിലും അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പുരോഗതി തടസ്സപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കകത്തും ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്വാസം മുട്ടിക്കൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ഘട്ടം പോകുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ്. അവിടെ അതിനെല്ലാം നേരിട്ടുകൊണ്ട് കേരളം നല്ലതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ സർവേയിൽ കേരളം എല്ലാ കാര്യങ്ങളും മുന്നിലാണ്. ഒരു കാര്യം മാത്രം അവർ പറയുന്നു, കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ചില കാര്യങ്ങൾ മോശമാണ്. കടം കൂടുതലെടുക്കുന്നു, ഈ ജീവനക്കാർക്ക് സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒക്കെ കൂടുതൽ പണം കൊടുക്കുന്നു എന്നുള്ള വിമർശനമുണ്ട്. പക്ഷേ പൊതുകാര്യങ്ങളിൽ നമ്മുടെ ഇക്കണോമിക് പെർഫോമൻസ് ഉൾപ്പെടെ നമുക്ക് നല്ല അനുകൂലമായിട്ട് തന്നെയാണ് ആ റിപ്പോർട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക്? കാരണം നിരവധി സാമൂഹ്യ ക്ഷേമം ഉൾപ്പെടെ വികസനം ഒരു ഭാഗത്ത്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്. അപ്പോൾ എത്രത്തോളം വെല്ലുവിളിയാണ്? കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ലഭിക്കാനുള്ള പല ഫണ്ടുകളും ഇപ്പോഴും വലിയ തോതിൽ പെൻഡിങ്ങായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള പല തുകകളും തരാനുള്ളത് തന്നെ ചില കണ്ടീഷൻസ് വെച്ച് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ തരാനുള്ള ശതമാനമല്ലാതെ വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. അത് നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളി നമ്മുടെ ഒരു കാര്യത്തെയും ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാം കിട്ടുകയായിരുന്നെങ്കിൽ ഇതിനേക്കാളും എത്രയോ അധികം നമുക്ക് നൽകാൻ പറ്റുമായിരുന്നു. സത്യത്തിൽ ഈ കോവിഡ് സമയത്തും അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. പിന്നെ ആന്ധ്ര മാത്രമാണ് ഭാഗികമായി കുറേ കാര്യം നടത്തിയത്. വേറെ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല. കേന്ദ്രമാണെങ്കിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 20,000 കോടിയോളം വാർഷികം വർഷം അധികം വരുന്ന തരത്തിലേക്ക് പെൻഷനും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വാസ്തവത്തിൽ DA ഉൾപ്പെടെ കൊടുക്കാനുണ്ട്, കുടിശ്ശികയുണ്ട്. അത് പിന്നെ മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ തന്നെ നമുക്ക് ധാരാളം കൂടുതൽ അടിസ്ഥാന നിക്ഷേപ പദ്ധതികൾ പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ വികസനം ഉണ്ടാകുന്ന ധാരാളം കാര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് വികസനം ഉണ്ടാകുന്നെങ്കിൽ ഇതിനേക്കാളും 10 മടങ്ങ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ തടയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതികളിൽ എത്തുമ്പോഴത്തേക്കും വിഴിഞ്ഞം ഈ പറയുന്നത് പോലെ VGFൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്രം ആ ഒരു ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞത്തിന് നൽകുന്ന ഒരു പ്രാധാന്യം, പരിഗണന, അതിനൊപ്പം തന്നെ ഒരു കമ്മീഷൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും സജീവമായി നമ്മുടെ LDF ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും സജീവമായ സമീപനം ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും എടുത്തതുകൊണ്ടാണ് വിഴിഞ്ഞം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെ ഉള്ളൂ. 300ഓളം കപ്പലുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളിനകം വന്നു കഴിഞ്ഞു. പ്രൊജക്റ്റ് ഒരു 10 വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ചാൽ മതി. പക്ഷേ അത് 2028 പൂർത്തീകരിക്കും. കാരണം അഡീഷണലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. സാധാരണഗതി ഇത്രയും വെട്ടിക്കുറവ് വരുമ്പോൾ ഇപ്പോൾ 8,500 കോടി രൂപയാണ് ആദ്യ ഘട്ടത്തിൽ തുറമുഖത്തിൻ്റെ ചിലവ്. അതിനകത്ത് 5,500 കോടി സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുത്തത്. 2,200 കോടിയേ ഉള്ളൂ കൺസ്ട്രക്ഷൻ, അതായത് അദാനി കമ്പനിയുടെ 2,000 ചില്ലാനത്തിലാണ് അവർ ചിലവാക്കുന്നത് ആ ഭാഗം. ബാക്കി പുറത്തെ സൗകര്യം എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ആകെ തരുന്നതാണ് 800 ചില്ലാനം കോടി രൂപ. അതിനകത്താണ് ഇപ്പം കണക്ക് പറഞ്ഞ് നമ്മൾ VGF എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റി വേറെ ധാരണ കൊണ്ടുവന്നത്. അതവിടെ നിൽക്കുകയാണ്. പക്ഷേ അവരുടെ സമീപനത്തിനനുസരിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ പോലും ഈ ഉദ്ഘാടനം നടക്കില്ല. ഇത്രയും ബുദ്ധിമുട്ട് നമ്മളെ വെട്ടിക്കുറച്ച സമയത്താണ് അത് നമ്മളെ ബാധിക്കരുതെന്ന് പറഞ്ഞിട്ട് ധനകാര്യ വകുപ്പ് തന്നെ നല്ല ശ്രമം നടത്തിയിട്ട് നമ്മൾ പലതരത്തിലും ഫണ്ട് കൊണ്ടുവന്നു. അപ്പം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ഇതാണ്, ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു. ഇനിയായാലും
വിഴിഞ്ഞം കേരളത്തിൻ്റെ വികസന എഞ്ചിനാണ്, ഇന്ത്യയുടെ തന്നെ വികസന എഞ്ചിനാണ്. കാരണം ദുബായ് പോർട്ട്, ദുബായ് എന്ന് പറയുന്ന ചെറിയ ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ല, എൻ്റയർ ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസന എഞ്ചിനാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം പൂർണ്ണമായി ഫങ്ഷനിങ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ളൊരു പരിഗണന വിഴിഞ്ഞത്തിനും ബജറ്റിലുണ്ടാകും. പരിഗണന ഉണ്ടാവും, കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാവും, കൂടുതൽ ഒരു തുറമുഖം വന്നാൽ തുറമുഖത്ത് വന്ന് കപ്പൽ വന്നിട്ട് പോകാമെന്നുള്ളതല്ല, തുറമുഖത്ത് വരുന്ന കപ്പലുകളിൽ കയറിപ്പാനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം വ്യവസായങ്ങൾ വരും, അതിനുള്ള പശ്ചാത്തലം വരും, ധാരാളം സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുള്ള എല്ലാ പ്രത്യേക ശ്രദ്ധയുണ്ടാവും. അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം തുടക്കം മുതൽ ഇതുവരെയായി കൃത്യമായ രീതിയിൽ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നൊരു ചോദ്യം, ഇനി പെൻഷനിൽ ഒരു വർധനവുണ്ടാകുമോ എന്നുള്ളതായിരിക്കും. അത് ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന ടേമിലേക്ക് എത്തുന്നൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ക്ഷേമ പ്രവർത്തനങ്ങളോടുള്ളൊരു പരിഗണന? ഒന്നാമത്തെ പരിഗണന ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിതെല്ലാം വർദ്ധിപ്പിക്കേണ്ടതാണെന്നുള്ളതിനകത്ത് സംശയമില്ല. പക്ഷേ അതെപ്പം എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് വേണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ 5 മാസത്തെ കുടിശ്ശികയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിനകത്ത് 2 മാസത്തെ കുടിശ്ശിക ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞത് വിചാരിച്ചതിനേക്കാൾ മുമ്പ് കൊടുത്തു തീർത്തു. അപ്പോൾ കൊടുത്തു തീർക്കുമ്പോഴാണ് ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയില്ല, പക്ഷേ കൊടുക്കണം എന്നുള്ളതാണ്. DA ഈ ജനുവരി കഴിഞ്ഞിട്ട് കൊടുക്കുമെന്നാണ് ധരിച്ചിരുന്നത്. അത് മുമ്പ് കൊടുത്തു, 2 DA കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ക്ഷേമ പെൻഷൻ ഇനി കൊടുക്കാറുണ്ട് 3 മാസത്തെ കുടിശ്ശിക. 3 മാസത്തെ കുടിശ്ശിക 3000 കോടിയാണ്. അത് കൊടുത്തു തീർക്കണം. അത് കൊടുത്തു തീർക്കുക. അത് കഴിഞ്ഞിട്ട് ആ മേഖലയെ കുറേ മെച്ചം ഉണ്ടാക്കുന്നത് തുടർന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തെ 18 മാസത്തെ കുടിശ്ശിക അടക്കമാണ് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തു തീർക്കേണ്ടി വന്നത്. അത് കൊടുത്തു തീർത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 5 വർഷം കൊണ്ട് 35,000 കോടിയോളം രൂപയാണ് കൊടുത്തത്. അതിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കൊണ്ട് അവർ കൊടുത്തത് 10,000 കോടിക്കടുത്താണ്. ഇപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ 4 വർഷം ആയില്ല, 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഇതുവരെ 34,000 കോടി കൊടുത്തു കഴിഞ്ഞു. ഇപ്പം മിക്കവാറും 35,000 ആയി. എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് കൊടുത്തു, ഇപ്പം തന്നെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇയറിലായിരുന്നു 400 രൂപയോളം വർധന വന്നത് കഴിഞ്ഞ ഗവൺമെൻറ്. ഇനിയുള്ള സമയം കൊണ്ട് ഇനിയിപ്പോൾ ഒരു 1.5 വർഷത്തേക്കും കൂടെ വരുമെന്ന് വെച്ചോ എല്ലാം കൂടി. ഇനിയുള്ള സമയം കൊണ്ട് നമ്മൾ ഏകദേശം 55,000 കോടിക്കടുത്തേക്ക് വരും എന്നാണ്. അപ്പോൾ 35,000 കോടി 18 മാസത്തെ കുടിശ്ശിക സഹിതം 5 വർഷം കൊണ്ട് കൊടുത്തത് 35,000 കോടി. ആ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ഗവൺമെൻറ് ഇവിടെ തുടർന്ന് വന്നുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അത് ഇപ്പം തന്നെ ഇത് കൊടുത്തു തീർക്കാൻ 55,000 കോടിയോളം വേണ്ടി വരും. അത് കൊടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ഗവൺമെൻറ് ഗ്യാരണ്ടിയാണ്. ശമ്പള പരിഷ്കരണം വന്നു, 20,000 കോടിയാണ് ഒരു മാസത്തെ അധിക ചിലവ്, അല്ല ഒരു വർഷത്തെ അധിക ചിലവ്. ആ 20,000 കോടിയുടെ കമ്മിറ്റ്മെൻറ്റ് വന്നത് കൊടുത്തു തരാം പിണറായി സർക്കാർ, 2ാം പിണറായി സർക്കാർ വന്നുകൊണ്ടാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വർഷം ശമ്പള പരിഷ്കരണം വന്നു, ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഏപ്രിൽ മാസം 3-ാം തീയതി ഇലക്ഷനായിരുന്നു, മെയ് 20-ന് പുതിയ ഗവൺമെൻറ് വന്നു. UDF ഗവൺമെൻറ് ആയിരുന്നു വരുന്നതെങ്കിൽ അവരെന്തോ ചെയ്തേനെ. സാധാരണ ഇത് അതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ വരാൻ ഇത് കൊടുക്കില്ല, ഒരു ധവളപത്രം ഇറക്കിയേനെ, ഇത് കൊടുക്കില്ല എന്ന് പറയും. അപ്പോൾ ഗ്യാരണ്ടി ആയതെന്താ? ഈ ശമ്പളം കിട്ടാൻ, പെൻഷൻ കിട്ടാൻ LDF സർക്കാരാണ്. 18 മാസം കൊടുക്കാതിരിക്കുകയും കൃത്യമായി മറ്റ് ആനുകൂല്യം കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു UDF ആയിരുന്നു വന്നതെങ്കിൽ ഇതുണ്ടാവില്ല. അതാണ് 2ാം പിണറായി സർക്കാർ വന്നതാണ്, LDF ഗവൺമെൻറ്റാണ് ഇതെല്ലാം കിട്ടുന്നതിൻ്റെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി കൂടുതൽ സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയി ഗവൺമെൻറ്റും LDFും. അതോടൊപ്പം തന്നെ സംസ്ഥാനം പോകുന്ന ഒരു സാമ്പത്തിക പരിമിതി പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഏത് രീതിയിലായിരിക്കും ഇനി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ? ഈ നമ്മുടെ നീതി ആയോഗിൻ്റെയും മറ്റ് കണക്കുകളിലൊക്കെ അവർ പറഞ്ഞ റിപ്പോർട്ടിനകത്ത് കേരളത്തിന് കടമുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമവും മറ്റുമൊക്കെ കൊടുക്കുന്ന ചിലവ് കൂടുതൽ നടത്തുന്നു പറഞ്ഞപ്പോൾ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നമുക്ക് ഏറ്റവും മുന്നിലുള്ള സ്ഥാനമുണ്ട്. അത് നമുക്ക് ടാക്സൊന്നും അധികം വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല, കൃത്യമായി പിരിച്ചെടുത്തിട്ട് എടുക്കുന്നതിന് കാര്യത്തിനകത്ത് നല്ലതുപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. 47,000 കോടി രൂപയായിരുന്നു നമ്മൾ 2021 മാർച്ചിൽ കിട്ടിയ ടാക്സ്. കോവിഡിൻ്റെ ഒരു തളർച്ചയുണ്ടാകുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം അത് 74,000-75,000 കോടിയോളമായി. ഇപ്പോൾ 80,000 കോടിയിലേക്ക് അധികം നമ്മുടെ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഞാൻ പറഞ്ഞു, സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ഡിവിഷനല്ല. അതുപോലെ തന്നെ നമ്മുടെ നോൺ ടാക്സ് റവന്യൂ, മറ്റു മേഖലയിൽ ടാക്സ് അല്ലാത്ത നികുതി ഇതര വരുമാനം, അത് 7,000 കോടിക്കടുത്തായിരുന്നു 2021. കോവിഡ് സമയമായിരുന്നു, അത് 16,000 കോടിയിലേക്കൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ആ തരത്തിൽ ടാക്സിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അങ്ങനെ വലുതായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, സാധാരണഗതിയിലുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നല്ലതുപോലെ ആ വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് പ്രതിവർഷം 50,000 കോടിയിലധികം വരുന്ന വെട്ടിക്കുറവ് വന്നിട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നത്. ഈ വർധനയെല്ലാം കൊടുത്ത് ആ വെട്ടിക്കുറവ് വന്നു,
ഞാനീ പറഞ്ഞ ശമ്പള പരിഷ്കരണവും ക്ഷേമ പെൻഷൻ പരിഷ്കരണ വർധനയും എല്ലാം വന്നത് ഈ ഘട്ടത്തിലാണ്. പക്ഷേ മറ്റേ ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ചു. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയത് നമ്മൾ തനതായിട്ടത് മാനേജ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന അടിസ്ഥാനം തന്നെയാണ് ഈ ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായും വ്യവസായം, അതോടൊപ്പം തന്നെ ഈ വ്യവസായത്തിലും നിക്ഷേപം, വ്യവസായം അതോടൊപ്പം ഈ വികസന പദ്ധതികൾ, ഇത് രണ്ടും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അംഗീകാരമൊക്കെ ലഭിച്ചു പോകുന്ന ഒരു ഘട്ടമാണ്. ഈ വരും നാളുകളിൽ, ഇനിയുള്ള നാളുകൾ അതിനുള്ളൊരു നീക്കിയിരിപ്പ് എങ്ങനെയായിരിക്കും? വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. നമ്മുടെ വ്യവസായ നിക്ഷേപവും അത് എല്ലാ മേഖലയും, കൃഷി ഉൾപ്പെടെ, കൃഷിയിൽ തന്നെ കേര പദ്ധതി എന്ന് പറഞ്ഞിട്ട് 2500 കോടിയിലധികം വരുന്ന ഒരു പ്രത്യേക പദ്ധതി ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് അതോട് ചേർത്ത് നടപ്പിലാക്കണം. കാർഷിക മേഖല വലിയ പ്രൊഡക്ഷൻ വർദ്ധിക്കണം, പലതരത്തിലുള്ള മേഖല, പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഉൾപ്പെടെ. വ്യവസായ മേഖലയിൽ നമുക്കിപ്പോൾ പൊതുവിൽ വളരെ നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വളരെ വ്യവസായ സൗഹൃദമായൊരു അന്തരീക്ഷം തന്നെ കേരളത്തിലാകെ ഉണ്ടായി. അടിസ്ഥാന സൗകര്യ മേഖലയിൽ, വികസന മേഖലയിൽ ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളൊരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഇതുപോലെ വേറൊരു സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുമില്ല. തുറമുഖവും റോഡും റെയിൽവേയും എല്ലാം, വിമാനത്താവളങ്ങളും എല്ലാം. അപ്പോൾ ഈ തരത്തിലെല്ലാം ഉണ്ടായ മാറ്റം കൂടുതൽ ശക്തമായിട്ട് ഇപ്പം മുന്നോട്ട് പോകും. കൂടുതൽ മൂലധന നിക്ഷേപവും കൂടുതൽ മൂലധന പദ്ധതികളും കൂടുതൽ സ്ഥാപനങ്ങളും വരാനുള്ള ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഗവേഷണത്തിൻ്റെയും മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന തരത്തിലേക്കായിരിക്കും പോകുക. നമ്മൾ കേന്ദ്ര ബജറ്റിൽ പ്രധാനമായും ആവശ്യപ്പെട്ടതിൽ ഒന്നാണ് നെല്ല്, അതോടൊപ്പം തന്നെ റബ്ബർ, അതിനൊപ്പം നമ്മുടെ വന്യജീവി, മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ പ്രത്യേക പാക്കേജുകളൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ സംസ്ഥാനം ഏത് രീതിയിലായിരിക്കും ഇതിനെ നേരിട്ട് മുന്നോട്ട് പോകുക? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നമ്മൾ കൊടുക്കുന്നത് തറവിലയാണ്. അല്ലെങ്കിൽ പിന്നെ നെല്ലിന് ഇത്ര വേണം, റബ്ബറിന് ഇത്ര വേണം എന്നാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ അവരതിലേക്ക് എത്തിയിട്ടില്ല. 22 രൂപ ജില്ലാണ് കൊടുക്കുന്നത്, നമ്മൾ 28 രൂപയ്ക്ക് അടുത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിനാകെ നമ്മൾ ചിലവാക്കുന്നതിൻ്റെ കണക്ക് നോക്കിയാൽ 80 രൂപയോളം 1 കിലോ നെല്ലിനാവുമെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക്. പല അതിൻ്റെ വളം സബ്സിഡി, മറ്റേത് പൂട്ട് സബ്സിഡി, വയൽ സബ്സിഡി, ഇങ്ങനെ പലതുമുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ്. അങ്ങനെ കൊടുക്കുന്നൊരു ചിലവാണ്. എന്നാൽ നമുക്കിത് സമയത്തിന് 1000 കോടി രൂപ ഇപ്പോഴും കിട്ടാറുണ്ട് കേന്ദ്രത്തിൽ നിന്ന്, നെല്ലെടുക്കുന്നതിന് മാത്രം. അത് കൃത്യമായി കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചില ബാങ്കുകളുടെ ഒരു സമീപനത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു. അത് പൂർണ്ണമായി ആക്കി കൃത്യമായിട്ട് സഹകരണ വകുപ്പിനെ കൂടെ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ ആ മേഖലയിലെ കാര്യമാണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ വരുമാനം കേരളത്തിലെ പൊതുമേഖലയ്ക്ക് വരുന്നൊരു മേഖല കൃഷിയാണ് റബ്ബർ. ആ മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. അതും നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു. 250 രൂപയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയം വേണം. 200 ആക്കാൻ പോലും പറ്റുന്നില്ല. അതിന് പ്രത്യേക ഫണ്ട് വേണം. അത് ചെയ്തിട്ടില്ല. പക്ഷേ അത് ആ രണ്ട് മേഖലയെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും. അത് എപ്പോഴെങ്ങനെയെന്നില്ല, കേന്ദ്രത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിനകത്തൊരു സമീപനമേ കാണിക്കുന്നില്ല. റബ്ബറിനകത്ത് 90% കേരളമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധയുണ്ടാവണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. വന്യജീവി വിഷയത്തിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിക്കുന്നൊരു വിഷയമാണിപ്പോൾ. അത് വന്യജീവി വലിയ തോതിൽ അങ്ങ് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നീക്കിയിരിപ്പിൽ ഇരട്ടിയിലധികം വർധന വന്നിട്ടുണ്ട്. ഇപ്പം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, മരണം വന്നാൽ ദൗർഭാഗ്യകരമായ സംഭവമാണ്, പക്ഷേ എന്നാൽ പോലും നഷ്ടപരിഹാരം കൊടുക്കുക, കൃഷിനാശം വന്നാൽ അതുകൊണ്ട് മാത്രം പരിഹാരമില്ല. ഇതിൻ്റെ നാശം ഉണ്ടാകുന്നതിനെ കുറയ്ക്കണമല്ലോ. അത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ RRTകൾ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ, അതിനൊക്കെ നമ്പർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിയമത്തിൽ തന്നെ ചില പരിഷ്കാരം വേണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ കർഷക സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു, നേരത്തെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ലിമിറ്റഡ് കള്ളിങ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിയമം അനുസരിച്ച് മതി. അല്ല, മൃഗങ്ങളെ കൊല്ലണമെന്ന് ഞാൻ പറയില്ല. ലോകത്തെവിടെയും ഈ 10,000 കണക്കിന് ഇത് വർദ്ധിച്ചാൽ കള്ളിങ് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം വരണമെങ്കിൽ നിയമനിർമ്മാണം വേണം. ആ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലും അതിനെ കൊണ്ടുവരുന്ന കാര്യത്തിനകത്തും ഗവൺമെൻറ് നല്ല ശ്രമം നടത്തും. ബാക്കി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തും. സംസ്ഥാനം ഏത് രീതിയിലായിരിക്കും ഈ കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ കേന്ദ്രത്തിൽ സമീപിക്കുക? സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിഷേധമൊക്കെ അറിയിക്കുന്നത് എങ്ങനെയായിരിക്കും? സംസ്ഥാനത്തെ MPമാരാണ് വാസ്തവത്തിൽ ഡയറക്റ്റായിട്ട് ഈ കാര്യത്തിനകത്ത് ഇടപെടുന്ന ഒന്നാമത്തെ ആളുകൾ. അവരുടെ ശ്രമം കൂട്ടായി അവർ അക്കാര്യം ഉന്നയിക്കുന്നുണ്ട്, പ്രതിഷേധം കൊണ്ടുവരും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് വീണ്ടും ശ്രദ്ധപ്പെടുത്തും. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ കൂടുതൽ വരണം, ഉള്ള സാധ്യതകൾ വേണം. ഞങ്ങളെപ്പോഴും ഈ ബഡ്ജറ്റിന് മുമ്പ് 2 തവണയെങ്കിലും ഈ കാര്യം കണ്ട് പറഞ്ഞതാണ്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് മിനിസ്റ്റേഴ്സിൻ്റെ ഉണ്ടായിരുന്നു, ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ, അവിടെയും പറഞ്ഞതാണ്. പക്ഷേ അക്കാര്യത്തിനകത്ത് കുറേ കൂടി ശ്രദ്ധപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. പിന്നെ ജനങ്ങളാണല്ലോ ഈ കാര്യത്തിനകത്ത്, ജനങ്ങൾ ഈ കാര്യത്തിനകത്ത് ഇടപെടണം. അപ്പോൾ അതിനകത്ത് ജനങ്ങളുടെ ഇടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്തിന് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പൊതു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇത്രയും ജനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ജനങ്ങൾ നല്ലപോലെ പറയുന്നു കിട്ടേണ്ടതാണ്.
അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആശങ്ക കാരണമാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് കേരളം പിന്നോക്കമാവുകയാണെങ്കിൽ തരാമെന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയറിൽ പോയിട്ട് ഒരു 50 കൊല്ലം പുറകിലോട്ട് പോയി നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മറ്റുള്ളവരൊപ്പം നിർത്തി തരാമെന്നാണ് ഇപ്പോൾ പറയുന്നതിനർത്ഥം. അത് ഒരു തെറ്റായ രീതിയാണ് അത്തരം കാര്യങ്ങൾ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇക്വിറ്റിയും പെർഫോമൻസും നോക്കണം എന്നൊരു പ്രയോഗമുണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു തുല്യത വരാൻ വേണ്ടി നമ്മൾ സഹായിക്കണം, ദുർബലരായിട്ടുള്ളവർക്ക് സഹായം കൊടുക്കണം. പക്ഷേ നല്ലതുപോലെ സ്പോർട്സിൽ ഒന്നാമത് ഓടുന്നവന്, നല്ലപോലെ പഠിക്കുന്നവന് അവൻ അടുത്ത സ്റ്റെപ്പ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? നമ്മുടെ കേരളത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് പറയാം ഞങ്ങൾ ബ്രോഡ്ബാൻഡ് കൊണ്ടുവരും. നമ്മുടെ ഒരു പ്രോജക്റ്റ് എടുത്തിട്ടാണ് അവർ ഫോളോ ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവരും. നമ്മുടെ പ്രൈമറി സ്കൂളിലെല്ലാം ഇൻ്റർനെറ്റ് ഉണ്ട്, ബ്രോഡ്ബാൻഡ് ഉണ്ട്, കമ്പ്യൂട്ടറുണ്ട്. അപ്പം ഇനി ഇതിനു വേണ്ടി വച്ചേക്കുന്ന പണം നമുക്കൊന്നും തരില്ല. നമുക്ക് വേണ്ടത് എന്താ? അവരാലോചിക്കുക ടിങ്കറിംഗ് ലാബിനെ പറ്റി. നമുക്ക് 2000 അതിൽ കൂടുതൽ ടിങ്കറിംഗ് ലാബായി. അപ്പോൾ തരേണ്ടതെന്ന് പറഞ്ഞാൽ അതിനടുത്ത ഘട്ടത്തിൽ വേണ്ട ഒരു സംവിധാനമാണ് തരേണ്ടത്. ഈ IT മേഖലയിലെ നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, അതിന് പറ്റുന്നൊരു സൗകര്യം തരേണ്ടതിന് പകരം എല്ലായിടത്തും ഇൻ്റർനെറ്റ് ആവട്ടെ. അപ്പോൾ എല്ലായിടത്തും ഇൻ്റർനെറ്റ് ആകുമ്പോൾ അടുത്ത 10 വർഷം 15 വർഷം കഴിയും. എല്ലായിടത്തും ഇൻ്റർനെറ്റ് ആകുമ്പോൾ ഈ സിസ്റ്റം പോയി അടുത്ത സിസ്റ്റം വന്നു കഴിയും. ഇതാണ് ഈ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഇത് ഇക്വിറ്റി പ്ലസ് പെർഫോമൻസ് ആയിരിക്കണം. നമ്മൾ ഫിനാൻസ് കമ്മീഷന് മുന്നിലും നമ്മളിതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി പ്ലസ് പെർഫോമൻസ് ആയിരിക്കണം. അല്ലാതെ പെർഫോം ചെയ്തവരെ നീ അവിടെ നിൽക്ക്, ഇനിയിപ്പം നീ അവിടെ നിന്നിട്ട് മറ്റവനെല്ലാം നിൻ്റെ കൂട്ടാവട്ടെ, അതിനുശേഷം നീ പഠിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അതാണ് പ്രശ്നം. ചുരുക്കത്തിൽ സംസ്ഥാന ബജറ്റ് എന്തായിരിക്കും? ഈ പറയുന്നത് പോലെ തന്നെ ഒരു മാജിക് ഉണ്ടാകും. എല്ലാ തവണ ഈ മാജിക്കാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കുമോ, വികസനത്തിനായിരിക്കുമോ, എന്തായിരിക്കും, ഏത് മേഖലയിലായിരിക്കും കൂടുതൽ മാജിക്? എല്ലാ കാര്യം രണ്ടും ഒരേപോലെ കാണണം. ഇപ്പം നമ്മുടെ ഡെവലപ്മെൻ്റ് ഇല്ലാതെ ക്ഷേമം നടക്കില്ല. വിജ്ഞാനം ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. വിജ്ഞാന വ്യാപനത്തിന് നമ്മുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് വലിയ തോതിൽ ലോകത്താകെ വരുന്ന ഡെവലപ്മെൻറ്റ്. അത് നമ്മുടെ വികസനത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോലെയുള്ള റോഡ് നിർമ്മാണം പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള പദ്ധതികളും നോളജ് ഇൻഡസ്ട്രിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനൊപ്പം തന്നെ നമ്മുടെ വെൽഫെയറും ഇതുമെല്ലാം ചേർന്ന് തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് രാജ്യം തന്നെ കോപ്പി ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും കോപ്പി ചെയ്യുന്നുണ്ട്. ലോകത്തെ നല്ല അനുഭവങ്ങൾ നമ്മളും കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും മാതൃകാപരമായ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്തത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഓക്കെ, ഏതായാലും ഇപ്പോൾ ഈ വരുന്ന ബജറ്റ് എന്ന് പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങളിലൂന്നി അതോടൊപ്പം തന്നെ വികസനത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കും എന്ന് തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിച്ചു പൂവച്ചലിനൊപ്പം S. ഷീജ, തിരുവനന്തപുരം.